ശബരിമല റോപ്പ് വേക്കായി റവന്യൂ വകുപ്പ് ഭൂമി നൽകും. വനഭൂമിക്ക് പകരം ഭൂമി നൽകാൻ സർക്കാർ ഉത്തരവിറക്കി. വനഭൂമി വിട്ടു നൽകുന്നതിലെ കാലതാമസമാണ് പദ്ധതി നീണ്ടുപോകാൻ കാരണം. 4.5336 ഹെക്ടർ ഭൂമിയിലാണ് റോപ്പ് വേ ആയിട്ട് ഏറ്റെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പമ്പ ഹിൽ ടോപ്പിൽ നിന്നും മാളികപ്പുറം പോലീസ് ബാരക്കലിന് സമീപം അവസാനിക്കുന്ന രീതിയിലുള്ള റോപ്പ് വേ നിർമ്മാണത്തിനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഒട്ടേറെ നാളായി ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. വനഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും റവന്യൂ വകുപ്പും വനം വകുപ്പുമായി ഇത്തരത്തിലുള്ള തർക്കങ്ങളും അനിശ്ചിതത്വങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പദ്ധതി നീണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നുള്ള ചർച്ചകളിലാണ് ഇപ്പോൾ ഇതിനൊരു അനുമതി ഉണ്ടായിരിക്കുന്നത്. പമ്പയിൽ നിന്ന് ആരംഭിച്ച് സന്നിധാനത്ത് മാളികപ്പുറത്തിന് സമീപത്തുള്ള പോലീസ് ബാരക്കലിന് സമീപം അവസാനിക്കുന്ന രീതിയിൽ ആണ് ഇതിന്റെ ഒരു DPR വന്നിരിക്കുന്നത്. ഈ ഉയർന്നു പോകുന്നത് കൊണ്ട് തന്നെ, അതായത് നിലവിലെ ഹിൽടോപ്പുകളിലൂടെ ഉയർന്നു പോകുന്നത് കൊണ്ട് തന്നെ അധികം മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതില്ലെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. മാത്രമല്ല, ഏറ്റെടുക്കുന്ന ഭൂമിക്ക് സമാനമായ ഭൂമി മറ്റൊരിടത്ത് നൽകാം എന്നൊരു നിർദ്ദേശം കൂടി വെച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റോപ്പ് വേ നിർമ്മാണത്തിനൊരു അനുമതി ലഭിച്ചിരിക്കുന്നത്. 4.5336 ഹെക്ടർ വനഭൂമിയാണ് ഈ പദ്ധതിയുടെ നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത്. ഇതിന് ബദലായി കൊല്ലം, അതുപോലെ തന്നെ പുനലൂർ ജില്ലയിലെ പുനലൂർ താലൂക്കിലെ നിർദ്ദിഷ്ട സ്ഥലത്ത് സമാനമായ രീതിയിൽ 4.536 ഹെക്ടർ ഭൂമി റവന്യൂ ഭൂമി നൽകാമെന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. ആ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൽ ഈ റോപ്പ് വേ നിർമ്മാണത്തിലൊരു തീരുമാനം വെച്ചിരിക്കുന്നത്. കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഒക്കെ ഇതിന്റെയൊക്കെ നിർദ്ദേശപ്രകാരം കൂടിയാണ് വനവൽക്കരണം നടത്തണമെന്നൊരു നിർദ്ദേശമുണ്ടായത് ഇതിന് സമാനമായിട്ട്. അതുകൊണ്ട് തന്നെ ആ സമാനമായ നിർദ്ദേശം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിനൊരു ഈ നിർദ്ദിഷ്ട സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള റോപ്പ് വേ നിർമ്മാണം നടത്താമെന്ന ഒരു തീരുമാനം ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഗുണമെന്ന് പറയുന്നത് ഒട്ടേറെ യാത്രക്കാർക്ക് സൗകര്യമാകും. യാത്രക്കാരെ അപേക്ഷിച്ച് ചരക്ക് നീക്കം കുറച്ചുകൂടി കഠിനമാണ്. നമുക്ക് ഈ പമ്പയിൽ നിന്നും സന്നിധാനത്തിലേക്ക് ഏറ്റവും ദുർഘടം എന്ന് പറയുന്നത് ചരക്ക് നീക്കമാണ്. ഇപ്പോൾ ട്രാക്ടർ വഴിയൊക്കെയാണ് നീക്കുന്നതെങ്കിൽ ഈ ചരക്ക് നീക്കവും സുഗമമാക്കാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായി എടുത്തു കാണുന്നത്. എന്തായാലും ഒട്ടേറെ ഈ റോപ്പ് വേ നിർമ്മാണമായിട്ട് തർക്കങ്ങൾ നിലനിന്നിരുന്നു. റവന്യൂ വകുപ്പും അതുപോലെ തന്നെ വനം വകുപ്പുമായിട്ടെല്ലാം തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിന്റെ എല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഈ ചർച്ചയിലൂടെ ഒരു സമവായത്തിലൂടെ എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അതിലേക്കൊരു ഉത്തരവ് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണു, ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.